ഇന്ത്യൻ ടീം ആസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. 5 ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം വെള്ളിയാഴ്ച പെർത്തിലെ ഒപ്റ്റസ് സ്റ്റേഡിയത്തിലാണ്. ടീമിനെ നയിക്കുന്നത് നായകൻ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ പേസർ ജസ്പ്രീത് ബുംറയാണ്. നാട്ടിൽ ന്യൂസിലൻഡിന് മുന്നിൽ ടെസ്റ്റ് പരമ്പരയിൽ നാണം കെട്ട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഇന്ത്യക്ക് തിരിച്ചുവരവിനുള്ള അവസരം കൂടിയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി. 4 മത്സരങ്ങളിലെങ്കിലും ജയിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സാധ്യത നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. പിന്നീട് എല്ലാവരും ഉറ്റുനോക്കുന്നത് സൂപ്പർ ബാറ്റർ വിരാട് കോഹ്ലിയെയാണ്. കിവീസിനെതിരായ പരമ്പരയിൽ താരം തീർത്തും നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. കരിയറിന്റെ സായാഹ്നത്തിൽ നിൽക്കുന്ന താരത്തിന് ടീമിൽ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഈ പരമ്പരയിൽ ഫോമിലേക്ക് ഉയരേണ്ടത് അനിവാര്യമായ കാര്യമാണ്. കിവീസിന് മുൻപിൽ ഇന്ത്യ 3-0 പരാജയപ്പെട്ട പരമ്പരയിൽ കോഹ്ലിയുടെ റൺ സമ്പാദ്യം 93 റൺസ് മാത്രമായിരുന്നു. ആരാധകരും ടീം മാനേജ്മെന്റും കോഹ്ലി ഫോം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. അതേസമയം ഒരു സെഞ്ചുറി അകലെ കോഹ്ലിയെ കാത്തിരിക്കുന്നത് ചരിത്ര റെക്കോർഡാണ്. ആസ്ട്രേലിയൻ മണ്ണിൽ ഏറ്റവും അധികം ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർക്കൊപ്പം ഒന്നാമതാണ് കോഹ്ലി. 6 സെഞ്ചുറികളാണ്. ഒരു സെഞ്ചുറി കൂടി ലഭിച്ചാൽ സച്ചിനെ മറികടന്ന് കോഹ്ലിക്ക് ഒന്നാമതെത്താൻ സാധിക്കും. 4 സെഞ്ചുറികൾ നേടിയാൽ ഓസീസ് മണ്ണിൽ 10 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ ക്രിക്കറ്റ് താരമെന്ന നേട്ടവും കോഹ്ലിക്ക് സ്വന്തമാക്കാനാകും. കൂടാതെ മറ്റൊരു നാഴികക്കല്ല് കൂടിയാണ് കോഹ്ലിയെ കാത്തിരിക്കുന്നത്. ആസ്ട്രേലിയയിലെ ക്രിക്കറ്റിന്റെ വ്യത്യസ്ത ഫോർമാറ്റിൽ 11 സെഞ്ചുറികൾ അടക്കം 3426 റൺസാണ് താരം നേടിയത്. 74 റൺസ് കൂടി ലഭിച്ചാൽ 35,000 റൺസാകും. ഡെസ്മണ്ട് ഹെയ്ൻസ്, സർ വിവിയൻ റിച്ചാർഡ്സ് തുടങ്ങിയവർക്ക് ശേഷം 35,000 റൺസ് നേടുന്ന മൂന്നാമത്തെ താരം കോഹ്ലിയാകും.